ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ എവരിബഡി. ആള് മാറിയ ഗൈസ്? ഇല്ല, ആള് മാറിയിട്ടില്ല. ആള് ഇവിടെ തന്നെ. ഹലോ എവരിബഡി. ഇന്ന് ഞങ്ങൾ പോണത് ഒരു സ്റ്റേക്കേഷൻ ആണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയിൽ. ബാക്കി വിശേഷങ്ങൾ വഴിയിൽ. ഇത് ജസ്റ്റ് ഒരു പാക്കിംഗ് പ്രഹസനം. ടെൽ മീ യു ആർ എ മലയാളി വിതൗട്ട് ടെല്ലിങ് മീ യു ആർ എ മലയാളി. സോ ഞങ്ങൾ വിക്ടോറിയയിലാണ് താമസിക്കണേ. ഇവിടെ വിക്ടോറിയയിൽ മെൽബൺ മാത്രമല്ല, ബാക്കി കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. സ്ഥലങ്ങളെന്ന് വെച്ചാൽ കുറേ റീജിയണൽ ഏരിയാസ് ഉണ്ട്. അപ്പോൾ വി ആർ ഗോയിങ് ടു ബെൻഡിഗോ വിച്ച് ഈസ് എ 2 hours ഡ്രൈവ് ഫ്രം മെൽബൺ. ഞങ്ങൾ ആക്ച്വലി ബൈ കാറാണ് പോകുന്നത്, ബട്ട് യു ക്യാൻ ട്രാവൽ ബൈ ട്രെയിൻ ഓർ ബസ് ഫ്രം മെൽബൺ. So if you're coming to Melbourne, it's a good place to visit. Bendigo is one of the most beautiful regional areas visit ചെയ്യാൻ. റീജിയണൽ ഏരിയാസ് എന്ന് ഞാൻ പറയുമ്പോൾ ഇറ്റ്സ് ബേസിക്കലി ഔട്ട്സ്കേർട്സ്. നമ്മുടെ സിറ്റി അല്ലാണ്ട് കുറേ സ്ഥലങ്ങളുണ്ടാവുള്ളൂ, അതിൽ നിന്ന് ഒരു സ്ഥലം. സോ ലോങ് വീക്കെൻഡ് ഒക്കെ ആണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനത്തെ ഏരിയാസ് പ്രിഫർ ചെയ്യും ഇഫ് യു ഹാവ് എ ലിമിറ്റഡ് ബഡ്ജറ്റ് ടു ട്രാവൽ. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്റ്റേക്കേഷൻ പോലത്തെ ഒരു സ്ഥലമാണ്. ഞങ്ങൾ ആക്ച്വലി ആനിവേഴ്സറിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ച് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് അവസാനം ഏതെങ്കിലും അടുത്ത സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ബെൻഡിഗോ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണ്, എങ്ങനെയാണ്, എന്താ കാണാനുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തു. ഒരു ഐറ്റിനറി അവൾ പ്ലാൻ ചെയ്തിട്ട് ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ എന്ന് അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ബിഗ് ഇഫ് യു വാച്ചിങ് ദിസ് വീഡിയോ, താങ്ക് യു സോ മച്ച്. സോ ഇതാ ഞങ്ങൾ ബെൻഡിഗോ സിറ്റി എത്തി. ഇറ്റ് വാസ് എ ബ്രൈറ്റ് ആൻഡ് സണ്ണി ഡേ. വെൽക്കം ടു ബെൻഡിഗോ ഡേ 1 വ്ളോഗ്. വി ആർ ഹിയർ ഫോർ 2 days. അതുകൊണ്ട് ഡേ 1 വ്ളോഗാണിത്. കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. ഡേ 1 എത്ര സ്ഥലങ്ങൾ കാണും, എവിടെയൊക്കെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് 11 മണിയായി ഞങ്ങളിവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഇന്ന് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ബാക്കി ഡേ 2 വ്ളോഗിൽ വരുന്നതായിരിക്കും. സോ ദിസ് ഈസ് ദ പ്ലേസ് വെയർ ട്യൂലിപ്പ് ഡിസ്പ്ലേസ്. ഇവിടെ ട്യൂലിപ്പ് ഡിസ്പ്ലേസ് ഫ്രീ ആയിട്ട് വെക്കാറുണ്ട് ബെൻഡിഗോയിൽ. അപ്പോൾ ആ സ്ഥലമാണിത്. സ്റ്റോപ്പ് 1 റോസ്ലിൻ പാർക്ക് ആൻഡ് ആർട്ട് ഗാലറി മ്യൂസിയം, ബെൻഡിഗോ. ഞങ്ങൾ ആക്ച്വലി നേരെ പോയി ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ഫ്രഷ് ആയിട്ട് വരാനായിരുന്നു പ്ലാൻ. പക്ഷേ ഞാൻ ട്യൂലിപ്പ് ഡിസ്പ്ലേ കണ്ടപ്പോൾ പ്ലാനും ഐറ്റിനറിയും ഒക്കെ മറന്നു. അപ്പോൾ ഫോട്ടോ ആണല്ലോ നമുക്ക് മെയിൻ, ഫോട്ടോ, റീൽസ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാക്കി ഫസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോസ്ലിൻ പാർക്കിൽ കയറി. ഇവിടെ ട്യൂലിപ്സ് ഉണ്ടായിരുന്നു, കുറേ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ്. ഇവിടെ ആൾക്കാർ ഫുൾ ടൂറിസ്റ്റ് വന്ന് ഫോട്ടോ എടുക്കലും അങ്ങനെ പരിപാടികളൊക്കെ ആയിരുന്നു. നല്ല റഷായിരുന്നു. ഫ്രീ ആയതുകൊണ്ട് കുറേ പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി വേറെ ഒരു സ്ഥലമുണ്ട് വിക്ടോറിയയിൽ, എനിക്ക് പേര് ഓർമ്മയില്ല. അവിടെ ട്യൂലിപ്പ് ഡിസ്പ്ലേ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഐ തിങ്ക് 2 years. പക്ഷെ അവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് എൻട്രി ചെയ്യണം. അപ്പോൾ ദിസ് ട്യൂലിപ്പ് ഡിസ്പ്ലേ വാസ് അറൗണ്ട് കോൺസർവേറ്ററി ഗാർഡൻ. ആ കോൺസർവേറ്ററി ഗാർഡൻ്റെ അടുത്ത് ഇത് വാർ മെമ്മോറിയൽ പോലെ ഒരു മിലിറ്ററി മ്യൂസിയം അവർ പണിഞ്ഞിട്ടുണ്ട്. സോ വി ജസ്റ്റ് ഹാഡ് എ ക്വിക്ക് ലുക്ക്. ഞങ്ങൾ അകത്തൊന്നും പോയില്ല, പുറത്തുനിന്ന് തന്നെ കണ്ടു. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഈസ് ബെൻഡിഗോ സെൻട്രൽ. ദിസ് ഈസ് ദ സെൻട്രൽ ലൊക്കേഷൻ ഓഫ് ദി സിറ്റി. അപ്പോൾ ഇവിടെ നിന്നാണ് യു ഹാവ് ടു ഗോ ടു ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് വിസിറ്റ് ഡിഫറെൻറ്റ് സ്ഥലങ്ങൾ ഇൻ ദ സിറ്റി ഓഫ് ബെൻഡിഗോ. നല്ലൊരു ടൂറിസ്റ്റിക് ബ്യൂട്ടിഫുൾ ടൗൺ ആയിരുന്നു കേട്ടോ ബെൻഡിഗോ. We loved it. അവിടെ ട്യൂലിപ്പ് ഡിസ്പ്ലേ വാസ് റിയലി നൈസ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു ബെൻഡിഗോ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. വി വെൻറ്റ് ദെയർ ആൻഡ് ടുക്ക് സം പിക്ചേഴ്സ്. ഇപ്പോൾ ഇവരുടെ ഒരു ബ്ലൂം സ്പ്രിങ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് പ്രമാണിച്ചിട്ട് ഇവർ സൈൻ ബോർഡൊക്കെ ഫുൾ മാറ്റി ഒരു സ്പ്രിങ് മയമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൽ കുറച്ച് നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു, കുറച്ച് വാക്കൊക്കെ ചെയ്തു. ബിക്കോസ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്ത്. റീൽസ് എടുക്കുമ്പോൾ ഒരു സംഭവം നടന്നു. ഐഫോൺ പൊട്ടി ഗൈസ്. ഐഫോൺ പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സ്ക്രീൻ പൊട്ടി. എന്നാലും ഞങ്ങൾ തളർന്നില്ല. ഞങ്ങൾ വ്ളോഗ് കണ്ടിന്യൂ ചെയ്തു. ഈ ഷോർട്സ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആക്ച്വലി സ്ക്രീൻ ഒരു സ്പൈഡർമാൻ വല പോലെയായിരുന്നു. നമുക്കൊന്നും കാണാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ മീൻസ് മൂഡ് സ്പോയിലായി, അത് വേറെ കഥ. ബട്ട് നമ്മൾ വന്ന കാര്യം, പിന്നെ നമ്മൾ കാണാൻ വന്ന സ്ഥലം, അതൊന്നും നമ്മൾ മൂഡ് കാരണം നമ്മൾ നിർത്തിവെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ദിസ് ഈസ് സ്റ്റോപ്പ് ടു ആർ സ്റ്റേ.
ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഒരു വൈൻയാർഡിലായിരുന്നു. ഇറ്റ് വാസ് എ എസ്റ്റേറ്റ് വിച്ച് ഹാഡ് വൈനറി, വൈൻയാർഡ് ആൻഡ് എ റെസ്റ്റോറൻറ്റ് വിതിൻ ഇറ്റ്. അപ്പോൾ ഞങ്ങൾ മെല്ലെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ റിസപ്ഷൻ തേടി പോവുകയാണ്. സ്റ്റേസിലൊരു കാര്യമുണ്ട്, വി കാൺട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയും. ബട്ട് ദിസ് പ്ലേസ്, ആസ് സൂൺ ആസ് വി എൻറ്റേർഡ് വി ന്യൂ ദിസ് ഈസ് ഗോയിങ് ടു ബി എൻ അമേസിങ് എക്സ്പീരിയൻസ്. നല്ലൊരു സ്ഥലമായിരുന്നു, നല്ല വൈബായിരുന്നു. ആൻഡ് വി ന്യൂ ദാറ്റ് വി ആർ ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ടൈം. വി പാർക്ക് ദ കാർ ആൻഡ് ദെൻ വി വെൻറ്റ് ടു കളക്ട് ദ കീസ് ഫോർ ചെക്ക് ഇൻ. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. I have to say they were there with a smiling face. They were talking to us very happily, which matters, and it's the first impression you get when you go for a stay, right? So we collected the keys. അവിടെ തന്നെ അടുത്ത ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. They have their own restaurant where you can have lunch and dinner. They gave us a guide sort of thing. അവിടെ കുറേ ടെൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ ടെൻറ്റ് നമ്പർ 20 ആയിരുന്നു. അപ്പോഴേക്കും ഒരാൾ പെട്ടിയൊക്കെ തൂക്കി ടയേർഡായി. From reception, it's around 5 minutes. 5 minutes illa, actually 3 minutes walk, depending on the tent you are staying to. So we were staying in tent 20, so which is a bit far from the actual reception point. So avada kore tents and they have different plans and different tent based on the tent size and what you are booking. You have to walk a bit. Pinne oru karyam, there are some tents like these where you have shared bathrooms. ഞങ്ങൾ ബുക്ക് ചെയ്തത് ഇറ്റ് വാസ് ലൈക്ക് എ പ്രൈവറ്റ് ടെൻറ്റ് കോംബോ. അതിൽ ഞങ്ങൾക്ക് പ്രൈവറ്റ് അകത്ത് തന്നെ വാഷ്റൂം ഉണ്ടായിരുന്നു. സോ വി ഡിൻറ്റ് ഹാഡ് ടു ഷെയർ. ഞങ്ങൾ പിന്നെ ഈ സ്റ്റേ ബുക്ക് ചെയ്തപ്പോൾ ഇവരെ ഫോട്ടോസൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ ഇവർ കാണിക്കുന്നുണ്ടായിരുന്നു യു ക്യാൻ ഹാവ് എ കാംഗറൂ വ്യൂ ഔട്ട്സൈഡ് യുവർ ടെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ആക്ച്വലി കാംഗറൂസിനെ കണ്ടു. വാട്ട് ദേ വർ സെയിങ് ഈസ് right in front of the tent we saw the kangaroos. അതിൻ്റെ ഷോർട്സ് ലേറ്റർ ഇൻ ദ വീഡിയോ ഇടാട്ടോ. ടെൻറ്റ് തപ്പിക്കൊണ്ട് നടന്നപ്പോൾ ടെൻറ്റ് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻറ്റിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് റിയലൈസ് ചെയ്തത് പിന്നീടാണ്. അപ്പോൾ ടെൻറ്റ് ഫൈനലി ഇതാണ് ഞങ്ങളെ ടെൻറ്റ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നെ പുറത്തുനിന്ന് കാണാൻ അത്ര ലുക്കൊന്നും ഇല്ലെങ്കിലും വെൻ വി ആക്ച്വലി എൻറ്റേർഡ് ദ ടെൻറ്റ് ഇറ്റ് വാസ് ലൈക്ക് വാവ്, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. അപ്പോൾ വീഡിയോ ജസ്റ്റിസ് ചെയ്യണ്ടോയെന്നൊന്നും അറിയില്ല, ബട്ട് ദ എക്സ്പീരിയൻസ് ആൻഡ് ദ ഹാപ്പിനെസ് ദാറ്റ് വി ഗോട്ട് വൈൽ വി എൻറ്റേർഡ് ദ ടെൻറ്റ് വാസ് ലൈക്ക് ഇറ്റ് വാസ് വെരി നൈസ്. ഒന്നും പറയാനില്ല. നല്ലൊരു എസ്തെറ്റിക് വൈബ്. ഇപ്പോൾ പുതിയ ട്രെൻഡാണല്ലോ എസ്തെറ്റിക്സ്. അപ്പോൾ എസ്തെറ്റിക് വൈബുള്ളൊരു സ്ഥലം, നല്ല ക്ലീൻ വെൽ മെയിൻറ്റെയിൻഡ് സ്ഥലം. ബിക്കോസ് ദിസ് ഈസ് നോട്ട് എ നോർമൽ വീട്. നമ്മൾ നോർമൽ വീട് പോലെ അല്ലല്ലോ, ദിസ് ഇസ് എ ടെൻറ്റ്. അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലംസും മെയിൻ്റെനൻസും കൂടും. സോ ദേ ഹാവ് വെരി വെൽ മെയിൻറ്റെയിൻഡ് ദിസ് പ്ലേസ്. ആസ് പാർട്ട് ഓഫ് ദ വെൽക്കം പാക്ക് അവർ ഞങ്ങൾക്കൊരു ടോർച്ച് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ടോർച്ച് എന്തിനാണ്, പിന്നെയാണ് മനസ്സിലായത് രാത്രി പുറത്ത് പോകണമെങ്കിൽ ടോർച്ച് വേണ്ടേ, ഇവിടെ പുറത്ത് ലൈറ്റ്സ് ഇല്ലല്ലോ. ദെൻ വി ഫൗണ്ട് എ ക്യൂട്ട് കുട്ടി ബോക്സ്. അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു, ചോക്ലേറ്റ്സ്. അപ്പോൾ ഈ സ്റ്റേക്കേഷൻ ആക്ച്വലി ആനിവേഴ്സറി സ്പെഷ്യൽ സ്റ്റേക്കേഷൻ ആയിരുന്നല്ലോ. അങ്ങനെ അവരത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദേ കെപ്റ്റ് ഹാപ്പി ആനിവേഴ്സറി കാർഡ് ആൻഡ് ക്യൂട്ട് കുട്ടി ചോക്ലേറ്റ് ബോക്സ് ഫോർ അസ്. The view from outside the tent was amazing. We were just looking over the vineyard. അപ്പോൾ കാംഗറൂസിനെ വല്ലതും കാണുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് നോക്കിയതാണ്. പക്ഷേ ആ ട്രയൽ സക്സസ്ഫുൾ ആയില്ല. ദ ടെൻറ്റ് ആക്ച്വലി ഹാഡ് ദ ബേസിക് അമ്യൂണിറ്റീസ്. ഒരു മിനി കിച്ചൺ ഉണ്ടായിരുന്നു, സോഫ, ബെഡ്, ആൻഡ് ദെൻ ദെർ വാസ് എ സ്മോൾ കുട്ടി വാർഡ്രോബ് സെക്ഷൻ, ഫാൻ ആൻഡ് ഈവൻ ലാമ്പ് ആൻഡ് ഹീറ്റർ ഓൾസോ. അപ്പോൾ വി വർ റിയലി സർപ്രൈസ്, ലൈക്ക് ഒരു ചെറിയ ടെൻറ്റിൽ അവർ ഇത്രയൊക്കെ മാനേജ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇറ്റ് വാസ് റിയലി നൈസ്. ടെൻറ്റിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തുനിന്ന് കുറച്ച് ഷോർട്സ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം. ബട്ട് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായത് ക്ലൗഡിയാണ്, അതുകൊണ്ട് ചെയ്തില്ല. മെയിൻ ഹൈലൈറ്റ് ആയിരുന്നു ഈ ബാത്ത് ടബ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ ടെൻറ്റ്. അപ്പോൾ നമ്മളെ സംസ്കാരത്തിന് ചേരാത്തതുകൊണ്ട് ഞങ്ങൾ കുളിച്ചില്ല ഗൈസ്. അപ്പോഴേക്കും വിശന്നു. മനുഷ്യനല്ലേ പിള്ളേ, വിശക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാർ എടുത്ത് എവിടെയെങ്കിലും നിയർ ബൈ പോയി ഫുഡ് അടിക്കാം എന്ന് വിചാരിച്ചു. വൈൽ ഗോയിങ് ടു ദ കാർ പാർക്ക് വി സോ സംതിങ്
എന്തായിരിക്കും? കാംഗറൂസിനെ ഞങ്ങൾ അങ്ങനെ കണ്ടു. അപ്പോൾ അവിടെ ഇങ്ങനെ ആടിപ്പാടി ചാടി കളിക്കായിരുന്നു കാംഗറൂസ്. സോ കാംഗറൂസിനെ കണ്ട ഉടനെ ഒരാൾ ക്യാമറയും എൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി കാംഗറൂവിൻ്റെ ഷോട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് മാത്രമേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാംഗറൂസ് മൈൻഡ് ചെയ്യാണ്ട് അവരെ പാട്ടിന് പോയി. Actually, in Australia, vineyards is a perfect place to have small intimate weddings. It's a perfect place. ഇവിടെ നിങ്ങളൊരു ഡെക്ക് കാണുന്നുണ്ടല്ലോ, അവിടെ ആക്ച്വലി വെഡിങ് സെറമണീസ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് അങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഹലോ ഗൈസ്, അയ്യോ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാൻ പോവാണ്. ബിക്കോസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, അത് കഴിഞ്ഞിട്ടൊന്നും കഴിച്ചിട്ടില്ല. കഴിച്ചിട്ട് ബാക്കി കാര്യം. ഈ വൈനറിയിലൊക്കെ എന്താണ് അവരിങ്ങനെ സ്റ്റേസ് വെച്ചിരിക്കണം കേട്ടോ? വൈനറിയിലൊക്കെ സ്റ്റേസ് എന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്ന പറഞ്ഞാൽ, വൈനറിയിലേക്ക് ആവശ്യമുള്ള കാശൊക്കെ നമുക്ക് സ്പേസിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ എക്സ്ട്രാ വരുന്ന കാശ് പ്രോഫിറ്റ്. അതുകൊണ്ടല്ല, പിന്നെന്താ അപ്പുറത്ത് വൈനറീസ് എപ്പോഴും ഗ്രേപ്സിന്റെ സീസൺ ഫുൾ വർഷം ഉണ്ടാവില്ലല്ലോ. സോ ഇൻ ദ ഓഫ് സീസൺ ഇവർക്ക് ബിസിനസ് വേണമല്ലോ, ദേ വാണ്ട് സം ഇൻകം. അതുകൊണ്ടാണ് അവര് സ്റ്റേസ് വെക്കുന്നത്. വൈകുന്നേരം ഉള്ള സമയത്ത് സ്റ്റേസ് വെക്കുന്നുണ്ടോ? അത് ഡബിൾ ഇൻകം. ആ സമയത്തുള്ളതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ ജിജൻ IGL എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ പോസ്റ്റാണ്, എനിക്ക് മടിയാവുന്നു പുറത്തു പോകാൻ. ബട്ട് ദ തിങ് ഇസ് നല്ല വെതറാണ് ഇവിടെ വന്നത് നന്നായി. ബിക്കോസ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വെദർ ഈസ് വെരി ബാഡ്. അപ്പോൾ വാസ് എ ഗുഡ് ഡിസിഷൻ ഇങ്ങോട്ട് വരില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ സ്റ്റേ ഈസ് ഓൾസോ നൈസ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെ കാണിക്കാം. ഞാൻ മനുഷ്യ അരമണിക്കൂർ വേസ്റ്റ് ചെയ്തിട്ട് ഒരു പഴവും ഒരു ചിപ്സും കൊണ്ടുവരുന്നു. ശോകം ഗൈസ് അവിടെ ഒന്നും കഴിക്കാനില്ല ഗൈസ്. പിന്നെ വാങ്ങിച്ച ഒന്നും ഈ കുട്ടിക്ക് പിടിക്കില്ല ഗൈസ്. വേറെന്തോ ആണല്ലോ പറയാൻ ഉദ്ദേശിച്ചത്. എന്തായിരുന്നു? എനിക്ക് കുറെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ അല്ലല്ലോ ഗൈസ്. എന്താ ചെയ്യാ ഗൈസ്? ഞാൻ ഹെൽത്തി ആവാൻ പോവാണ്, ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒരാള് കൊണ്ടുവന്നതോ ചിപ്സ്. ആ ചിപ്സിന് തൊട്ടാ വെട്ടു ഞാൻ, മനസ്സിലായോ? ചിപ്സ് ഞാൻ കഴിക്കും, പഴം നീ കഴിക്കും. നീയല്ലേ ഹെൽത്തി ആവാൻ പോണേ? ഞാനല്ല, നീ. യു മിസ്റ്റർ ഹസ്ബൻഡ്, യു. ഐ ആം മെയിൻറ്റെയിനിങ് 2300 calories per day. ആണോ? ഇതില് കാർബ് ഉണ്ട്, മനസ്സിലായോ? ആണോ? അപ്പൊ എനിക്കിത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ഫുഡൊന്നും കിട്ടിയില്ല, എല്ലാം ക്ലോസ്ഡ് ആയി ഞങ്ങൾ പുറത്ത് പോയപ്പോൾ. അപ്പോൾ വി കെയിം ബാക്ക് ഫോർ എ വൈൻ ടേസ്റ്റിംഗ് സെഷൻ. അത് കോംപ്ലിമെൻ്ററി ആയിരുന്നു വിത്ത് അവർ സ്റ്റേ. 4 മണിക്കായിരുന്നു വൈൻ ടേസ്റ്റിംഗ്. വി വെൻറ്റ് ദെയർ ആൻഡ് ദേ ഗേവ് us like 10 to 13 different wines if I remember. വൈൻ ടേസ്റ്റിംഗ് ഒരു 1.5 വൈൻ ടേസ്റ്റിംഗ് ആയിപ്പോയി. നല്ല വൈൻസ് ആയിരുന്നു, ബട്ട് എല്ലാ വൈൻ ടേസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫുൾ വൈൻ ടേസ്റ്റിംഗ് ഒന്നും ചെയ്തില്ല. കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഈ വൈൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ദേ ഹാവ് 2 places where they have stays. So this is like a franchisee. ഇവിടെ ബെൻഡിഗോയിലും ഉണ്ട്, പിന്നെ യാറാ വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സോ ദേ ഹാവ് വൈൻയാർഡ്സ് അക്രോസ് ബോത്ത് ഏരിയാസ്. അങ്ങനെ ഒരു 1.5 വൈൻ ടേസ്റ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ടെൻറ്റിലോട്ട് തിരിച്ചു വന്നു. വൈൻ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിറങ്ങി ഇരിക്കുന്ന ജിജനാണിത്. പിന്നെ ഡിന്നറിന് പോണതിൻ്റെ മുമ്പ് കുറച്ച് സമയമുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്ത് വാങ്ങിയ ചിപ്സും കുറച്ച് കോഫിയും ചായയും അങ്ങനെയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ മിണ്ടിയും പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അപ്പോഴേക്കും രാത്രിയായി. രാത്രിയായപ്പോൾ ഞങ്ങൾ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ വിതിൻ ദ എസ്റ്റേറ്റ് ഓൺലി. അപ്പോൾ ആ ഡിന്നർ കഴിക്കാൻ വേണ്ടി കുറച്ച് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഒരു ഡേറ്റ് നൈറ്റ് പോലെ പോവാം എന്ന് വിചാരിച്ച്
പുറത്തിറങ്ങിയപ്പോഴായിരുന്നു മനസ്സിലായത് ആ ടോർച്ച് ഈസ് വെരി യൂസ്ഫുൾ. ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ആ ടോർച്ചും പിടിച്ച് ഞങ്ങൾ റിസപ്ഷൻ ഏരിയയിലോട്ട് പോയി. ആ റിസപ്ഷൻ ഏരിയ കുറച്ച് ലൈറ്റ് ഉണ്ട്, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. അതും നോക്കി ആ ഒരു പോയിന്റും വെച്ചിട്ട് ഞങ്ങൾ നടന്നു. പിന്നെ ഒരു സീക്രട്ട് ഉണ്ട്, ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റി. അത് പറയണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാം. പിന്നെ പറയാമെന്ന് വിചാരിച്ചു. റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ ഒരു സംഭവം അറിഞ്ഞത്, റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയിപ്പോയി. ആക്ച്വലി ഞങ്ങളെ ബുക്കിംഗ് ഒരു 8 മണിക്കായിരുന്നു. റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴേക്ക് 8:15 നമുക്ക് പിന്നെ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം അയലക്കത്തോടെ പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ 8:15 അവിടെ എത്തുമ്പോൾ. അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു കിച്ചൺ ക്ലോസ് ആയി. അതുകൊണ്ട് പിന്നെയും പുറത്തിറങ്ങേണ്ടി വന്നു ഫുഡ് കഴിക്കാൻ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല, ആകെ കൂടെ ചിപ്സും കുറച്ച് പഴവും കഴിച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാത്രി ഫുഡ് കഴിച്ചില്ലെങ്കിൽ സീനാവും. അതുകൊണ്ട് ഞങ്ങൾ സിറ്റിയിലോട്ട് ഇറങ്ങി. അത് അൺഎക്സ്പെക്റ്റഡ് ടേണിങ് പോയിൻ്റ് ആയിരുന്നു ഓഫ് ദ ഡേ. അങ്ങനെ ഇന്ത്യൻ ഫുഡ് അറ്റ് ദ എൻഡ് കുറേ ആലോചിച്ച് അവസാനം ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കുക എന്ന് വിചാരിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അതെന്തോ ഢാബായിരുന്നു. പിന്നെ എവിടെ പോയാലും ഇന്ത്യൻ ഫുഡ് കിട്ടും ഇവിടെ. അതൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് വിശപ്പ് കൂടിയാൽ പിന്നെ എങ്ങനെയെങ്കിലും കംഫർട്ട് ഫുഡ് തേടി നമ്മൾ ഇറങ്ങുന്നുണ്ട്. നാട്ടിലെ ഫുഡാണെങ്കിലും ഇന്ത്യൻ ഫുഡാണെങ്കിലും അങ്ങനെ തേടുള്ളൂ. അറ്റ് ദ എൻഡ് അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഓക്കെ ഗൈസ്, ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ. ഗുഡ് നൈറ്റ്.